ടെറിഫയർ 3 ഡാമിയൻ ലിയോൺ സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഒരു സ്ലാഷർ ത്രില്ലർ സിനിമയായിരുന്നു ടെറിഫയർ 3. ഇതിന്റെ ഒരു പാർട്ടും രണ്ടാമത്തെ പാർട്ടും ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, കിടുകിട വിറയ്ക്കും ഈ സിനിമ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ. അതായത് രാത്രിയിൽ ഇരുന്ന് ഈ ഒരു സിനിമ കണ്ടാലുള്ള ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ ഇതിന്റെ മൂന്നാം ഭാഗം ഞാൻ വളരെ എക്സ്പെക്ട് ചെയ്ത് കണ്ടിരുന്ന ആണ് ഇതിന്റെ മൂന്നാം ഭാഗം. സോ വേറെ ഒന്നുമല്ല, തുടർക്കാഴ്ചകൾ തന്നെയാണ്. അതായത് ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്യുന്നതിന്റെ അടുത്തായിട്ട് തന്നെ സെക്കൻഡ് പാർട്ട് എൻഡ് ചെയ്യുന്നതിന്റെ അടുത്തായി തന്നെ തേർഡ് പാർട്ട്, അങ്ങനെയാണ് ഇവർ ഈ പാർട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. രസമായി തന്നെ അവരത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നിർബന്ധമായും കണ്ടിട്ട് നിങ്ങൾ തേർഡ് പാർട്ട് കാണാൻ പോവുക. അപ്പം ഇപ്പൊ നമ്മുടെ ക്ലൗഡ് മാസ്ക് എന്നുള്ളത് ഒരു നഗരത്തിലാണ്. അതായത് പുനർജനിച്ച് പിന്നീട് ഒരു നഗരത്തിൽ എത്തിപ്പെട്ട് അതിനുശേഷം അവിടെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുകയാണ് ക്ലൗഡ് മാസ്ക്. പോലീസിനൊന്നും ഇതുവരെ ഇയാളെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നു വരുന്നു. അതിമൃഗീയമായിട്ട് ആളുകളെ ക്രൂരമായിട്ട് കൊല്ലുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചവും ഇല്ലാത്ത കൊലപാതകങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിനകത്ത് അധികം വയലൻസ് ഉണ്ട്, അതിനേക്കാട്ടി ഇരട്ടി വയലൻസ് ഉണ്ട് ഈ തേർഡ് പാർട്ടിനകത്ത്. കാരണം ചോര ഇങ്ങനെ ചന്നം പിന്നെ തൂത്തുവാരി തെറിക്കുവാണ്. അമ്മാതിരി വയലൻസ് ആണ്, വയലൻസ് ആണ്. ഒരു പന്നമില്ലാത്ത രീതിയിലുള്ള ഒരു ഒന്നെന്ന് പറയാൻ സാധിക്കും ഇതിനെക്കുറിച്ച്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇതിനകത്ത്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ ലീഡിങ് റോളിൽ എത്തിയിട്ടുണ്ട്. സോ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് കണ്ടന്റ് ബേസും കാര്യങ്ങളും ഒന്നും നോക്കിയല്ല, ഒരു സ്ലാഷർ ഫിലിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഭീകരത നിറഞ്ഞ ഒരു സിനിമയാണിത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നിന്നും സെക്കൻഡ് പാർട്ടിൽ നിന്നും വേറിട്ട ഒരു പ്രമേയമാണ് തേർഡ് പാർട്ടിൽ പിടിക്കുന്നത്. അതായത് ഒരു ക്രിസ്മസ് ദിവസം തന്നെയാണ് ഇതിന്റെ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അതും വളരെ യാദൃശ്ചികമായ രീതിയിലുള്ള ഒരു എന്താ പറയാ, പലയിടത്തും മേക്കിംഗ് രീതി ആയാലും ഇതിന്റെ ഒരു വ്യത്യസ്ത സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ കൊലപാതകങ്ങളാണ്. ക്രൂരത നിറഞ്ഞിരുന്ന ആ സൈക്കോടെ ക്രൂരമായ കൊലപാതകങ്ങൾ വളരെയേറെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഈ സിനിമയിലൂടെ ടെറിഫയർ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങളൊരു കണ്ടന്റ് ബേസ് നോക്കി ഇത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും സ്ലാഷർ ഫിലിംസിനെയൊക്കെ കുറിച്ച്. ഇപ്പൊ സ്ലാഷർ ഫിലിംസ് കാണുന്നവര് കണ്ടന്റ് ഒക്കെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് പോകണ്ട. കാരണം അധികം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിനെയും വെച്ച് അധികം കണ്ടന്റും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതിനകത്ത്. ഒറ്റ ഇതിൽ പോയി പിന്നീട് ഫോർത്ത് പാർട്ടിനുള്ള ഒരു ഒന്ന് കൊണ്ടുവച്ചിട്ട് പിന്നീട് അവസാനിപ്പിക്കുന്നതാണ് ഈ ഒരു ടെറിഫയറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പാർട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഭീകരമായി കണ്ടിരുന്ന ഒരു പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടല്ല, സെക്കൻഡ് പാർട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടലോടെ ഇരുന്ന് കണ്ടുപോയത്. കാരണം അമ്മാതിരി കൊലപാതകത്തിന്റെ ഓരോരോ സീൻസുകൾ കാണുന്തോറും നമ്മൾ ഞെട്ടിത്തരിച്ച് കണ്ണടച്ചു പോകും. ഇതിലെയും ഈ സിനിമയ്ക്കകത്തും ഒരുപാട് തരം കണ്ണടച്ചു പോകുന്ന സീൻസുകളുണ്ട്. നിങ്ങൾ ഞെട്ടിപ്പോവും. അമ്മാതിരി തരത്തിലുള്ള സീൻസുകളാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലൗഡ് മാസ്ക് ഒരു സൈക്കോയാണ്. അദ്ദേഹത്തിന്റെ പല ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളും നമ്മളെ ചിലപ്പം ഭയപ്പെടുത്തിയെന്ന് വരാം. നിങ്ങൾ ഒന്ന് ഇരുട്ടത്തൊക്കെ ഇരുന്ന് ഈ ഒരു പടം എൻജോയ് ചെയ്ത് നോക്കുക. വളരെയേറെ നിങ്ങളിങ്ങനെ കഠിനമായ ഒരു രീതിയിലായിരിക്കും കടന്നു പോകുന്നത്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടും ഇതിനെ മൂന്നിനെയും വെച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ ഏറ്റവും ഡിഫറെന്റ് ആയിട്ടൊന്നും എനിക്ക് ഈ തേർഡ് പാർട്ടിനെ പറയാൻ പറ്റില്ല. സെക്കൻഡ് പാർട്ടായിരുന്നു ഇച്ചിരി കൂടെ വയലൻസിന് പ്രാധാന്യമുണ്ട്. തേർഡ് പാർട്ടിലും നിറയെ മുഴുവൻ വയലൻസ് ആണ്, ബ്ലഡ് ഷെയ്ഡ് രംഗങ്ങളൊക്കെ തന്നെയാണ്. ബ്ലഡ് ഇങ്ങനെ തെറിക്കുകയാണ് മൊത്തത്തിലുള്ള. ഇങ്ങനെയുള്ള സീൻസുകളും അല്ലെങ്കിൽ ഇച്ചിരി അഡൽട്ട് കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നവരാണെങ്കിൽ മാത്രം ഈ ടെറിഫയർ 3 നിങ്ങൾക്ക് ഒന്ന് പരിഗണിക്കാം. ഇപ്പം ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ടെറിഫയറിന്റെ മൂന്നാം ഭാഗം. അപ്പൊ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാ, കണ്ടിട്ടുള്ള ജീവനോടൊക്കെ ഉണ്ടെങ്കിൽ. കാരണം ഒരു വല്ലാത്ത പടമാണ്. നിങ്ങളിങ്ങനെ എന്താ പറയാ, മാനസികമായി തന്നെ ഒരുമാതിരി ആയി പോകും ഈ പടം കണ്ടു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് പാർട്ടൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കുമല്ലോ എന്താണ് ആ ഒരു അവസ്ഥയെന്ന്. തേർഡ് പാർട്ട് വരുമ്പോൾ തന്നെ ഒരു വല്ലാതായി പോകും നമ്മൾ. അമ്മാതിരി തരത്തിലുള്ള സീൻസുകളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് കുട്ടികളെ ഒന്നും ഞാൻ ഈ സിനിമ പരിഗണിക്കുന്നില്ല. ഇച്ചിരി രീതിയിലുള്ള, അത് ഫാമിലി ഓഡിയൻസുമായിട്ട് ഒന്നും ഇരുന്ന് കാണാൻ കഴിയത്തില്ല 100%. കാരണം ഒരുപാട് തരത്തിലുള്ള വയലൻസ് ഉണ്ട്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കത്തില്ല, അമ്മാതിരി വയലൻസ് ആണ്. ഞെട്ടിത്തരിച്ച് നിന്നു പോകും. അജാതി വയലൻസ് ആണ്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോരക്കളിയാണ് മൊത്തവും. അത് ഒന്ന് മൈൻഡിലിരിക്കുക. പിന്നെ ചെറിയ അഡൽട്ട് സീൻസുകളൊക്കെ ഉണ്ട്. അത് ചെറിയ ചെറിയ സീൻസുകളേ ഉള്ളൂ, എങ്കിലും അതുകൂടെ ഒന്ന് മൈൻഡിൽ വെച്ച് കാണുക. ഓക്കെ, അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ്
അതുപോലെ വ്യത്യസ്തമായ അന്യഭാഷ സിനിമകൾ നിങ്ങളിലേക്ക് എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കാം. അടുത്തൊരു വീഡിയോയുമായി അടുത്ത പുതിയ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.